ഹായ്, എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ദി ബാഹുബലി എപ്പിക് എന്ന് പറഞ്ഞ മൂവിയെ കുറിച്ചിട്ടാണ്. ഞാൻ ബാഹുബലി ദി എപ്പിക് എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്ത ദിവസം തന്നെ കണ്ടിരുന്നു. രാവിലെ 11:45 ഷോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. നമ്മുടെ ഊരകം ശിവദം മൂവീസിലാണ് കണ്ടത്. മൂന്നാമത്തെ സ്ക്രീനിലാണ് പടം കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സ്ക്രീനാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്ക്രീനാണ്, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല രസമുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു തിയേറ്ററാണ്. ആ തിയേറ്ററിൽ തന്നെയാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പൊ നമുക്ക് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ബാഹുബലി പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടി യോജിപ്പിച്ചിട്ടുള്ള ഈ സിനിമ എനിക്ക് എന്തൊക്കെ ഫീൽ തന്നു, ഞാൻ ആദ്യത്തെ ഭാഗങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ബാഹുബലി പാർട്ട് 1 ഇറങ്ങുന്ന സമയത്ത് ബാംഗ്ലൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബാഹുബലിയെ പറ്റിയിട്ട് ആ ഫസ്റ്റ് ഭാഗം കണ്ട ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു വെച്ചാല്, എനിക്ക് പ്രഭാസാര എന്താണെന്നൊന്നും അറിയില്ല ആ സമയത്ത്. ബാഹുബലി ഈ ചരിത്ര സിനിമകളുടെ മോഡലാണല്ലോ. എനിക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ കുറച്ച് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് പടം കാണാൻ ടിക്കറ്റ് എടുത്തു. അപ്പോ ടിക്കറ്റ് കിട്ടിയത്, അതായത് ഒരുവിധം എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ്. അപ്പൊ അവസാനം ഒരു തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടിയത്, സംഭവം ഏത് ഭാഷയാണെന്നൊന്നും നോക്കിയില്ല, അങ്ങോട്ട് കേറിയപ്പോഴാണ് മനസ്സിലായി തെലുങ്കാണ് ഞാൻ കണ്ട ഭാഷ. പൂര തിരക്കാണ് തിയേറ്ററിനകത്ത്. ഒരാൾ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അടുത്തടുത്തല്ല സീറ്റ് കിട്ടിയത്. ഒരാൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ വേറെ ഏത് ഭാഗത്തായിരുന്നു. അന്ന് ബുക്ക് മൈ ഷോ ഒന്നല്ല, നമ്മൾ നേരത്തെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്താണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരുന്നു. അപ്പൊ തെലുങ്ക് എനിക്കൊന്നും അറിയില്ല, ഒന്നും മനസ്സിലാവാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു പഞ്ച് രമ്യാകൃഷ്ണൻ പറയുന്നില്ലേ, ഇത് തന്നെയാണ് എന്റെ ശാസന, രാജശാസന എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗല്ലേ, അത് തെലുങ്കിൽ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ ലെവൽ പീക്ക് ലെവലാണ് ആ സംസാരങ്ങളൊക്കെ. അത് രമ്യാകൃഷ്ണന്റെ ആ ഒരു പെർഫോമൻസും ആ ഡയലോഗൊക്കെ അത് ശരിക്കും ഇങ്ങനെ നമുക്കൊരു രോമാഞ്ചിക്കേഷൻ ഭയങ്കരമായിട്ട് വന്നിരുന്നു. അത് തെലുങ്കിൽ കണ്ടവർക്ക് പ്രത്യേകമായിട്ട് അറിയാട്ടോ. കാരണം നമ്മൾ തമിഴും മലയാളവും മോശമായിരുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ തെലുങ്കിൽ തന്നെ ആ സിനിമ കണ്ടപ്പോ കിട്ടിയ എക്സ്പീരിയൻസ്, നമുക്ക് ഭാഷയൊന്നും അറിയില്ല, പക്ഷെ അവരുടെ ആ ഭാഷയിൽ നിന്ന് നമുക്ക് ആ കിട്ടുന്ന ആ ഒരു ഡയലോഗ്സിന്റെ പവറും, അതേപോലെ ഈ എന്താ പറയാ, നമുക്ക് അതിന്റെ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ആ തിയേറ്ററിനകത്ത് വരുന്ന കയ്യടി ബഹളം, അങ്ങനത്തെ ആ ഒരു ആംബിയൻസ് കിട്ടുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് അതൊരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആ നിർത്തുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇല്ലേ, ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കണ നിങ്ങളോ, അയ്യോ ഇതെന്ത് പറ്റി, ഇതെന്താ ഇങ്ങനെ, ഇനിയിപ്പോ ഇതിന്റെ രണ്ടാം ഭാഗം എന്നാ. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ ഇറങ്ങിയിട്ട്, അന്നത്തെ കാലഘട്ടത്തിലൊക്കെ, അതായത് ഒരു സിനിമ ഇറങ്ങിയിട്ട് പാർട്ട് 2 ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത്തെ പോലെ അത്ര ഉറപ്പിക്കാനൊന്നും പറ്റില്ല. എന്ന് വെച്ചുകഴിഞ്ഞാൽ സക്സസ് ആയി അധികം റണ്ണ് ചെയ്ത് പിന്നെ ഒരു വളരെയധികം കാലഘട്ടം എടുത്തിട്ടൊക്കെയാണ് രണ്ടാമത്തെ പാർട്ടൊക്കെ വരുന്നത്. അതിൽ തന്നെ ഇപ്പൊ ആ സമയത്ത് തന്നെ ഒരു ഹൃദയം ഉണ്ടായിരുന്നു, ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. വലിയ താമസം ഉണ്ടായിരുന്നു, മാക്സിമം 2 വർഷത്തിന്റെ ഉള്ളിലൊക്കെ സെക്കൻഡ് പാർട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം കണ്ടത് ഞാൻ തമിഴിലാണ് കണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ തമിഴിലാണ് കണ്ടത്. പിന്നെ അത് രണ്ടാമത്തെ ഭാഗം ഞാൻ മലയാളത്തിലും കണ്ടു. പിന്നെ ബാഹുബലി നമ്മുടെ OTT വന്നപ്പോഴും അതിനിടയിൽ നമുക്ക് മറ്റേ TV-ലൊക്കെ വന്ന സമയത്തൊക്കെ ബാഹുബലി ഞാൻ മലയാളം കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ ഈ മലയാളം കണ്ടപ്പോഴും തെലുങ്കിൽ കിട്ടിയിട്ടുള്ള ആ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല. കാരണം അത് നമ്മുടെ ഡബിങ്ങിന്റെ ഇതായിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അത് എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ടപ്പോ ഇത് രണ്ടും ഈ ഒരു ലെജൻഡായിട്ട് ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടി കണ്ടപ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാൻ തന്നെയാണ് പോയതില് എന്നെ സംബന്ധിച്ചിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഫീൽ എന്ന് പറയാനുള്ള കാരണം, മറ്റേ പ്രേമരംഗങ്ങൾ, അതേപോലെ ഒരുപാട് പാട്ടുകളൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ തരുന്ന എല്ലാ സീനുകളും പടത്തിലും ഒരു രംഗമില്ലേ, നമ്മുടെ പ്രഭാസ് ഇങ്ങനെ തമനയും കൂടി കാണുന്ന ആ ഒരു പാട്ട്, ആ പാട്ട് കണ്ടതിന് ശേഷം പിന്നീടുള്ള ഇവരുടെ ആ പ്രണയരംഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു കഥ പറച്ചില് പോലെ പറഞ്ഞിട്ട് ആ രംഗങ്ങൾ നമ്മൾ പണ്ട് VCD ഒക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ സ്പീഡിൽ ഓടിച്ചു കളയില്ലേ, അതേപോലെ ഇങ്ങനെ ഓടിച്ചിട്ട് ആ ഒരു വോയിസ് ഓവർ കൊടുത്തിരിക്കുകയാണ്. ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വോയിസ് ഓവർ, അത് പട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട് മാറി വരുന്നുണ്ട്. പിന്നെ അതിന്റെ ആ ഒരു സൗണ്ട് മിക്സിംഗ് ഒക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു പഞ്ച് നമുക്ക് തന്നിരുന്നു. അതേപോലെ അവരുടെ ആ ഇടിവെട്ടേറ്റിട്ട് ഇങ്ങനെ ആ മരം കത്തുന്ന സീൻസ് ഒക്കെ ഇല്ലേ, ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. കാരണം ഒന്ന് അവൻ കോട്ട ചാടി കിടക്കുന്ന സമയത്ത് ഒരു സീന്, അതേപോലെ തന്നെ നമ്മുടെ ബാഹുബലി മരിക്കുന്ന ആ ഒരു സീനിലൊക്കെ ഒരു ഇടിവെട്ടിയിട്ട് ഒരു മരം, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ ആ പടം ഇപ്പോഴും കണ്ടപ്പോ ഈ 3.25 മണിക്കൂർ ഇന്റർവെൽ അടക്കം 4 മണിക്കൂർ അല്ലെ, തിയേറ്ററിനകത്ത് കയറിയിട്ട് സിനിമയുടെ 3.25 പ്ലസ് നമ്മുടെ ഇന്റർവെൽ ഒരു 50 മിനിറ്റ്സും കൂടി കൂട്ടിയാൽ നമുക്ക് ഏകദേശം 4 മണിക്കൂർ തന്നെ
ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ പടത്തിന്റെ അന്ന് വെച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റി അത് ഭീകരമായിരുന്നു. ഇനി ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഓക്കെ ഫീൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ അത്യാവശ്യം ഈ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. എനിക്ക് ബാഹുബലി സീരീസിലെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന്റെ ആ കഥാഗതി ഉണ്ടല്ലോ, ഒരു സെറ്റപ്പിൽ നിന്ന് അടുത്ത സെറ്റപ്പിലേക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ആ രംഗങ്ങളൊക്കെ നല്ല രസത്തിലുള്ള ആ ഭാഗങ്ങളൊക്കെ ഒരുപാട് ട്രിം ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഈ ബാഹുബലിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് രോമാഞ്ചിഫിക്കേഷൻ തരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ അതിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ, അതല്ലാണ്ട് പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഏകദേശം ഒരു 2.5-2.25 മണിക്കൂർ വരുന്നുണ്ട് ഒരു പാർട്ട് എന്ന് പറയുന്നത്. അത് മൊത്തം വരുമ്പോൾ ഒരു 5-5.5 മണിക്കൂറൊക്കെ ഒരു തിയേറ്ററിലേക്ക് അങ്ങനെ തന്നെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത് പറയാനുള്ള കാരണം, നമുക്ക് 2 മണിക്കൂറിന്റെ മുകളിലുള്ള ഒരു സിനിമ കാണാൻ തന്നെ നമ്മൾ എന്ത് ലാഗാന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പല സിനിമകളും നമുക്ക് കാണുമ്പോൾ ഇത് കുറച്ചും കൂടി ട്രിം ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മളെപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഈ പടത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ബാഹുബലി എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഈ 3.25 മണിക്കൂർ ഇതിനെ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ വന്നിട്ടും എനിക്ക് ഒട്ടും മുഷിക്കുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ്. എനിക്ക് എന്നുള്ളതല്ല, ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അതന്നെയാണ് ഈ പടത്തിന്റെ ബെഞ്ച് മാർക്കും ആ പടത്തിന്റെ ക്വാളിറ്റിയും. നമ്മൾ ഏത് സിനിമ എടുത്താലും ഈ ബാഹുബലിയേക്കാൾ മുകളിൽ എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിന്റെ ആ ക്വാളിറ്റി നമ്മൾ ഇപ്പൊ കാണുമ്പോഴാണ് മനസ്സിലാവും. നിങ്ങൾക്ക് തീരെ ബാഹുബലി കാണാത്ത ഒരാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും കാണും. പിന്നെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ വിശദമായിട്ട് നല്ല രീതിയിൽ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്രീനിൽ OTT തന്നെ കാണാം. പക്ഷെ ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരമാണ്. അത് മിസ് ചെയ്യരുത്. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കമന്റ് വഴി ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബർ ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.